രാവിലെ വരുമ്പോൾ കുറച്ച് ദോശ കിട്ടുന്നു. അതിങ്ങടുത്ത് നമ്മൾ തിന്നലാന്ന്. ശരിക്കും ദോശ തിന്നുന്ന സമയം ഉച്ചയായി. കാരണം എവിടെയൊക്കെ കറങ്ങി നേരെ പോയി തിന്നേ. ദോശയും ചട്നിയും. ദോശയും ചട്നിയും തിന്നലാന്ന്. ഗൂഗിൾ മാപ്പ് ഓപ്പൺ ആക്കി ഞാൻ. എന്നിട്ട് ഇപ്പൊ അവര് നിർത്തിയിട്ടെടുക്കുന്നല്ലോ പറയുന്നു. അതിന് ശേഷം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കേക്ക് കൊണ്ടുവരുന്നുണ്ട്. അരിയുണ്ടല്ലോ, നേരത്തെ അരിയുണ്ടായി 2-3 തിന്ന്. നമ്മൾ നേരത്തെ കണ്ട മ്യൂസിയത്തിൻ്റെ ഇടത്തേക്ക് ഒരു 7 കിലോമീറ്ററാണ് ഉണ്ടാവുക. അബീഫാൾ കാണാനുള്ള യാത്രേൻ്റെ ഇടയിലാണ് ഈ പിന്നെ ഗ്ലാസ് ബ്രിഡ്ജ് കണ്ടത്. ഇവിടുന്ന് തന്നെ ഒരു 2-2.5 കിലോമീറ്ററാണ് പിന്നെ അബീഫാളിലേക്ക് ഉണ്ടാവുക. ഇപ്പം അങ്ങോട്ട് ആക്കിയ പോലും ഉണ്ട്. ഇതിൻ്റെ ഘടന കാണുമ്പോൾ മണ്ണെല്ലാം നീക്കിയെടുത്ത് അങ്ങനെ കുഴിച്ച് അടിപൊളിയായിട്ടുണ്ടാക്കിയത്. നല്ല ഉയരമുണ്ട് കാലിന് നല്ല ഉയരമുണ്ട്. കുറെ ആൾ നടന്ന് വരുന്നുണ്ട്. ഒരു കുട്ടി അവിടെ കിടന്നിട്ടുണ്ട്. ഒരുപാട് വിനോദസഞ്ചാരികൾ ഇത് കാണാൻ വേണ്ടി വരുന്നുണ്ട്. ഒരുപാട് കാറ് പാർക്ക് ചെയ്തിട്ട് കാണാം. ഇവിടെ പാർക്കിംഗ് ഏരിയ വേറെയും താഴോട്ടേക്കുണ്ട്. അങ്ങനെ അവിടെ ഭയങ്കര തിരക്കായതുകൊണ്ട് തന്നെ നമ്മൾ കയറാൻ വേണ്ടി നിന്നില്ല. കുറേ സമയം വരുന്നാൽ മാത്രമേ കയറാൻ വേണ്ടി പറ്റൂ. അതുകൊണ്ട് നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു. കരകൗശല വസ്തുക്കൾ, വൈന് ഇതെല്ലാം വെക്കുന്ന ഒരു ഷോപ്പ് കിടിയുണ്ട്. മരത്തടിയിൽ വ്യത്യസ്തമായ രീതിയിൽ ഉണ്ടാക്കിയ ഫർണിച്ചറാണ് നമ്മളിപ്പം കാണുന്നത്. വ്യത്യസ്തമായ രീതിയിലെ പപ്പടങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതുപോലെ അച്ചാറ്, അങ്ങനെ ചോക്ലേറ്റ് ഐറ്റംസ് ഇതെല്ലാം ഉണ്ട്. താഴെ കണ്ട പാർക്കിംഗ് ഏരിയ കൂടാണ്ട് വേറെ ഒരു പാർക്കിംഗ് ഏരിയ ആണിത്. ഇനി 2 പാർക്കിംഗ് ഏരിയയും കൂടിയുണ്ട്. അങ്ങനെ അവിടെ നമ്മൾ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പുറപ്പെട്ടു. നമ്മൾ കാണാൻ പോകുന്ന സ്ഥലത്തിൻ്റെ ബോർഡാണ് നീ കാണുന്നത്. അങ്ങനെ നമ്മൾ അബി ഫാൾസിൻ്റെ എൻട്രൻസിൻ്റെ അടുത്ത് എത്തിയിട്ടുള്ളത്. അങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്ന് പോകുന്നത്. അങ്ങനെ വണ്ടി നിർത്തിയെടുക്കുന്ന ഒരുപാട് ദൂരം നടന്ന് താഴോട്ടേക്ക് ഇറങ്ങി പോകാനുണ്ട്. ഒരുപാട് സഞ്ചാരികൾ അത് കണ്ട് തിരിച്ചു പോകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മളങ്ങോട്ടേക്ക് പോകുമ്പോൾ പോകുന്നതിനെക്കാട്ട് കൂടുതൽ ആൾക്കാർ തിരിച്ചു വരുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. മഴ നല്ലോണം ഇങ്ങോട്ട് കിട്ടിയില്ല. പക്ഷേ നല്ല രീതിയിലുള്ള വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പറ്റുമായിരുന്നു. നമുക്ക് നാട്ടിലിപ്പോൾ നല്ല മഴയുണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഇങ്ങോട്ടേക്ക് പെയ്തില്ല. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ളൊരു വെള്ളച്ചാട്ടമാണെന്ന് പറയാൻ പറ്റില്ല. എന്നാലും മോശമില്ലാത്ത രീതിയിലുള്ള കാഴ്ച സമ്മാനിക്കുന്ന ഒരു വെള്ളച്ചാട്ടം തന്നെയാണിത്. പൊട്ടിപ്പൊഴിഞ്ഞൊരു തൂക്കുപാലമുണ്ട്. ഏകദേശം വേറെ പാലം ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതുകൊണ്ട് ഇത് ഉപയോഗിക്കാണ്ട് പഴകി ദ്രവിച്ച് പൊട്ടിപ്പോയതാവാൻ സാധ്യതയുണ്ട്.
അവിടെ വന്ന പലരും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നതാണ് ഇപ്പം നമ്മൾ കാണുന്നത്. അങ്ങനെ ചെറിയൊരു വ്യൂ പോയിന്റും കൂടി ആടെയുണ്ട്. അവിടുന്ന് ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് നമ്മളിങ്ങനെ കാഴ്ച കാണലാന്ന്. അങ്ങനെ കുറച്ച് സമയം നമ്മൾ അവിടെ നിന്ന് വെള്ളച്ചാട്ടമെല്ലാം കണ്ട് കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത് തിരിച്ച് മേലേക്ക് നടന്നു പോക്കാന്ന്. വലിയൊരു കാടിന് നടുക്കാന്ന് ഈ സംഭവം. ചുറ്റും ഒരുപാട് മരങ്ങളെല്ലാം ഉള്ള ഒരു വലിയൊരു കാടാണിത്. പാർക്കിംഗ് ഏരിയ ഇവിടെ കുറേ വണ്ടി നിർത്തി വെച്ചിട്ട് കാണുന്നുണ്ട്. പിന്നെ ഇവിടെ അധികം ആൾക്കാരും കുറേ സമയം നിൽക്കുന്നില്ല, വന്ന് പോയിക്കൊണ്ടിരിക്കുമെന്ന്. അതുകൊണ്ടാണ് വലിയൊന്ന് വാഹനത്തിരക്കൊന്നും കാണാൻ വേണ്ടി പറ്റാത്തത്. എന്തെല്ലോ സാധനം നിൽക്കുന്ന വേറൊരു കടയും കൂടിയുണ്ട്. അത് കരിക്കുവാണെന്ന് പറഞ്ഞിട്ട് വരുന്നത് കരിക്ക് വാങ്ങി കുടിക്കലാന്ന്. അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് യാത്ര പുറപ്പെട്ടു. പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലൂടെ കാണാം. എല്ലാവരും ലൈക്ക്, കമൻറ്റ്, ഷെയർ, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഓക്കെ, ബൈ ബൈ, സീ യു.